നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 63 മുതൽ 71 വരെ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 63 to 71 ഡീൽസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ. ആൻസർ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായത് രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള വ്യക്തി ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 5 years. ഒഫീഷ്യൽ പീരീഡ് ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആൻസർ 5 years. മിനിമം ഏജ് റിക്വയർഡ് ടു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആൻസർ 35 years. അതായത് ഉപരാഷ്ട്രപതിക്ക് വേണ്ടുന്ന കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 35 വയസ്സാണ്. അതുപോലെ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഗീവ്സ് റെസിഗ്നേഷൻ ലെറ്റർ ടു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിക്കാണ് ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതിയെ നിയമിക്കുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രപതിയാണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായത് ഉപരാഷ്ട്രപതിയെ നിയമിക്കുന്ന ആരാണ്? ഉപരാഷ്ട്രപതിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വാസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ്? ഹമീദ് അൻസാരിയാണ്. ഹമീദ് അൻസാരി വാസ് ദ ലോങ്സ്റ്റ് സർവിംഗ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ്? VV ഗിരിയാണ്. VV ഗിരി വാസ് ദ ഷോർട്ടസ്റ്റ് സർവിംഗ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ മലയാളിയായ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ KR നാരായണനാണ്. ഡോക്ടർ KR നാരായൺ വാസ് ദ ഫസ്റ്റ് മലയാളി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ CP രാധാകൃഷ്ണൻ. ഡോക്ടർ CP രാധാകൃഷ്ണൻ ഈസ് ദ പ്രസന്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ രാജ്യസഭയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതിയായിരിക്കും. ചെയർമാൻ ഓഫ് രാജ്യസഭ. ആൻസർ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഏതാണ്? വൈസ് പ്രസിഡന്റ്സ് എൻക്ലേവ് കേട്ടോ. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ്.